പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തീക്കരൽ എന്ന ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വപ്രകാശത്തിൻ്റെ നാളുകളിൽ ദൈവത്തിൻ്റെ മഹത്വപ്രകാശം ലോകത്തിൻ്റെ മേലടിക്കുന്നതിന് ശലോമൻ രാജാവ് രചിച്ച സങ്കീർത്തനമാണ് 72-ാം സങ്കീർത്തനം. സങ്കീർത്തനം 5 ബുക്കുകളായി തിരിക്കുമ്പോൾ, 5 അറകളായി തിരിക്കുമ്പോൾ അതിൽ ഒന്നിൻ്റെ അവസാനത്തെ സങ്കീർത്തനമാണ് 72-ാം സങ്കീർത്തനം. 73 മുതൽ ആസാഫിൻ്റെ സങ്കീർത്തനം തുടങ്ങിയാണ്. 72-ാം സങ്കീർത്തനത്തിൽ ശലോമോൻ പറയുന്നത്, ദൈവമേ, രാജാവിന് നിൻ്റെ ന്യായവും രാജകുമാരന് നിൻ്റെ നീതിയും നൽകണമേ. അവൻ നിൻ്റെ ജനത്തെ നീതിയോടും നിൻ്റെ എളിയവരെ ന്യായത്തോടും കൂടെ പരിപാലിക്കട്ടെ. നീതിയാൽ പർവ്വതങ്ങളിലും കുന്നുകളിലും ജനത്തിന് സമാധാനം വിളയട്ടെ. ജനത്തിൻ്റെ എളിയവർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കട്ടെ. ദരിദ്രജനത്തെ അവൻ രക്ഷിക്കുകയും പീഡിപ്പിക്കുന്നവനെ തകർത്ത് കളയുകയും ചെയ്യട്ടെ. ഒരു റൈച്ചസ്നെസ്, നീതിയുടെ അനുഭവത്തിൽ രാജ്യം ഭരിക്കുവാൻ ആഗ്രഹിക്കുന്ന ശലോമൻ രാജാവ്, ഒരു നീതിയുക്തമായി എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ലഭിക്കണം. അതാണ് ഇവിടെ ശലോമൻ ഉദ്ദേശിക്കുന്നത്. നീതിയുക്തമായി അനുഗ്രഹങ്ങൾ ലഭിക്കുക എന്ന് പറയുമ്പോൾ ന്യായവും നീതിയും ദരിദ്രജനത്തെ അവർക്ക് നന്മ, അവരെ പീഡിപ്പിക്കുന്നവരെ തകർത്ത് കളയട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരുപോലെ ന്യായവും നീതിയും കിട്ടണം. എല്ലാവർക്കും ഒരുപോലെ ന്യായവും നീതിയും കിട്ടുവാനുള്ള ഭരണം, ശലോമോൻ രാജാവിൻ്റെ ഭരണം, അത് ലോകത്തിൽ മനുഷ്യരായിട്ടുള്ള നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമ്മളായിരിക്കുന്ന മേഖലകളിലും സ്വയം ഒന്ന് ചിന്തിക്കുക. ഈ നീതിയും ന്യായവും നമ്മളെല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? എല്ലാവർക്കും സമാധാനം കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? സ്വയം ഒന്ന് ചിന്തിക്കുക. നമ്മൾക്കിത് സാധ്യമായി തീരുന്നുണ്ടോ? 5, 6, 7 വാക്യങ്ങളിൽ സൂര്യചന്ദ്രന്മാരുടെ ആരുള്ള കാലത്തോളവും അവൻ തലമുറ തലമുറയായി നിന്നെ ഭയപ്പെടട്ടെ. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ. അവൻ്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ. ചന്ദ്രനുള്ളിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. ഇന്ന് പ്രകൃതിയെപ്പറ്റിയൊക്കെ ആളുകൾ പഠിക്കുകയും ധാരാളം കണ്ടെത്തലുകളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പ്രകൃതിക്ക് മാറ്റം സംഭവിക്കാനുള്ള കാരണം ഇന്ന് ലോകത്തിൽ സംഭവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ പാപമാണ്. സമാധാനം നഷ്ടപ്പെട്ട ഒരു സമൂഹം, സമാധാനത്തിന് വേണ്ടി നമ്മൾ ചില സെറ്റിൽമെൻറ്റുകളൊക്കെ നടത്തുന്നു. ആ സെറ്റിൽമെൻറ്റിൽ സമാധാനം നിലനിൽക്കുകയില്ല. ഒരു സെറ്റിൽമെൻറ്റിലും സമാധാനം നിലനിൽക്കുകയില്ല. സമാധാനം നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. അതാ സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം അവൻ തലമുറ തലമുറയായി നിന്നെ ഭയപ്പെടട്ടെ. സമാധാനം വേണമെങ്കിൽ ദൈവത്തെ ഭയം വേണം. ദൈവത്തെ ഭയമുണ്ടെങ്കിൽ നമ്മളെക്കാൾ പ്രായമുള്ളവരെ ബഹുമാനിക്കും, നമ്മളുടെ മറ്റുള്ളവരെ അംഗീകരിക്കും, മറ്റുള്ളവരെ എത്രമാത്രം പ്രോത്സാഹിപ്പിക്കാം അത് ചെയ്യും. 2, അവിടെ പറയുന്നത്, അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ. മഴ ഇപ്പോൾ നേരെ തിരിച്ചും മറിച്ചുമൊക്കെയാണ് മഴ പെയ്യുന്നത്. സീസണുകളെല്ലാം മാറി. യഥാസമയം മഴയും മഞ്ഞും പെയ്യുമ്പോഴാണ് കൃഷിയിടങ്ങൾ ഭംഗിയാകുന്നത്. ഇന്നത്തെ കൃഷിയിടങ്ങൾ കണ്ടാൽ എവിടെയെങ്കിലും നെൽപ്പാടങ്ങൾ കാണാനുണ്ടോ? ഈ കേരളത്തിൽ, മലയാളം പറയുന്ന നാട്ടിൽ എവിടെയെങ്കിലും ഒരു നല്ല കൃഷികൾ കാണാനുണ്ടോ? പണ്ട് കാലത്തുള്ള വാഴയും കാച്ചിലും ചേനയും ചേമ്പും കപ്പയും പോകട്ടെ, റബ്ബർ തോട്ടങ്ങളാണെങ്കിലും കൊക്കോ തോട്ടങ്ങളാണെങ്കിലും തെങ്ങിൻ തോപ്പുകളാണെങ്കിലും അതിനൊക്കെ ഒരു ഭംഗിയുണ്ടായിരുന്നു.
മാവിൻ തോപ്പുകൾക്ക് അതിൻ്റെ ഭംഗിയുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു കൃഷികാര്യം ചെയ്താൽ അതിനൊരു ഭംഗിയുണ്ടായിരുന്നു. എന്നാൽ ഭൂമി വിള തരാതിരിക്കുന്നത്, ഈ ഭൂമിയെ ശരിയാം വണ്ണം സൂക്ഷിക്കുവാൻ മനുഷ്യന് കഴിയാത്തത്, മനുഷ്യന് തമ്മിൽ സ്നേഹമില്ല, പിന്നെ എങ്ങനെയാണ് ഭൂമിയോട് സ്നേഹിക്കുന്നത്? മനുഷ്യൻ പാദം ചവിട്ടുന്ന ഈ ഭൂമിയിൽ അത് അനുഗ്രഹത്തിൻ്റെ രീതിയിൽ സൂര്യനും ചന്ദ്രനും പിണങ്ങിയിരിക്കുകയാണോ എന്ന് തോന്നും. മനുഷ്യനോട് വേണ്ടിയാണ് ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ആദമിനെ ഹൗവയെ സൃഷ്ടിച്ചിട്ടാണ് ഇത് മുഴുവൻ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവം ചരാചരങ്ങളൊക്കെ അനുഗ്രഹമായി തീരുവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ സമാധാനം നഷ്ടപ്പെട്ടവർക്ക്, സമാധാനമില്ലാത്തവർക്ക് ജീവിതത്തിൽ ആർക്കും സമാധാനം കൊടുക്കാനൊക്കുകയില്ല. നീ ഒരു സമാധാനമില്ലാത്ത വ്യക്തിയാണെങ്കിൽ നിൻ്റെ ഭവനം, നീ ആയിരിക്കുന്ന ഇടം, നീ ആയിരിക്കുന്ന സ്ഥാപനം, നീ ആയിരിക്കുന്ന സ്റ്റേറ്റ്, നീ ആയിരിക്കുന്ന രാജ്യത്തിന് പോലും അത് ദോഷമാണ്. ഒരു പീസ് മേക്കറാകണം, ഒരു സമാധാന വാഹകനാകണം, സമാധാന ദൂത് അറിയിക്കുന്നവനായിരിക്കണം. 8, 9, 10 വാക്യങ്ങളിൽ കാണുന്നത്, അവൻ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയും ഭരിക്കട്ടെ. മരുഭൂമിയിൽ വസിക്കുന്നവൻ അവൻ്റെ മുമ്പിൽ വണങ്ങട്ടെ. അവൻ്റെ ശത്രുക്കൾ പൊടിപണ്ട് നക്കട്ടെ. തർശീശിലെ ദ്വീപുകളെയും രാജാക്കന്മാർക്ക് കാഴ്ച കൊണ്ടുവരട്ടെ. രബയിലെയും റോസയിലെയും രാജാക്കന്മാർ കപ്പം കൊടുക്കട്ടെ. അവൻ്റെ പവറാണ്. ശലോമോൻ രാജാവ് പറയുന്ന അവൻ്റെ പവറിനെ പറ്റിയാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പവർ അപ്രകാരമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ മറ്റ് രാജാക്കന്മാർ വിറച്ചുകൊണ്ട് അവരുടെ ഡ്യൂട്ടി, കരം, കപ്പം ചെയ്യേണ്ടത് ചെയ്യുവാൻ സാധിക്കുന്ന ഒരവസ്ഥയിൽ വളർന്നു വരുവാൻ സാധിക്കണം. അത് ചെയ്തെടുക്കുന്ന അവൻ്റെ അധികാരമാണ് കാണിക്കുന്നത്. ആ അധികാരത്തിൽ ദൈവിക അധികാരമുണ്ടെങ്കിൽ ആ ദൈവിക അധികാരത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കും. ആ ദൈവിക അധികാരമാണ് ഇന്ന് ആവശ്യം. ആ ദൈവിക അധികാരം നമ്മളിലേക്ക് വ്യാപിക്കണം. നമ്മളിലേക്ക് ആ ദൈവിക അധികാരം വ്യാപിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി അധികാരിയുമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. വഴിയിൽ ഒരു ആക്സിഡൻ്റായി ഒരാൾ കിടന്നാൽ ആ ആളിനെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ ധൈര്യമുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള അപകട മേഖലകളിൽ ഓടി വരുന്നത് അടുത്ത് നിൽക്കുന്ന ആരെങ്കിലും സാധാരണക്കാരായ ആളുകളായിരിക്കും. അവരായിരിക്കും ജീവൻ രക്ഷിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കളോ കുടുംബാംഗങ്ങളോ ഒന്നും വരികയില്ല. അപ്പോൾ ആ ശുശ്രൂഷകൾക്ക് അത് ചെയ്യുവാനൊരു ധൈര്യം ഉണ്ടായിരിക്കണം. എനിക്കൊരാളെ രക്ഷിക്കണം എന്നുള്ള ധൈര്യം, അത് ദൈവത്താൽ മാത്രമേ ആ ധൈര്യം ലഭിക്കുകയുള്ളൂ. ദൈവമുള്ളവർക്കാണ് ദൈവം ആ ധൈര്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഭൂമി മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റേതായതുകൊണ്ട് ദൈവവൈതലേ, നീ ഒരു ദൈവവൈതലാണെങ്കിൽ നിനക്ക് ധൈര്യം തന്നെ ഉണ്ടായിക്കോളും. നീ ഫേസ് ചെയ്യുന്ന മാനസിക പ്രശ്നങ്ങളും സങ്കടങ്ങളും വേദനകളിലുമൊക്കെ ദൈവം നിന്നെ സംരക്ഷിച്ചുകൊള്ളും. ദൈവത്തിൻ്റെ ആ അമാനുഷികമായിട്ടുള്ള ശക്തിയിൽ നീ നിറഞ്ഞു നിൽക്കുവാനായിട്ട് സാധിക്കണം. ദൈവത്തിൻ്റെ അമാനുഷിക ശക്തിയിൽ നിറഞ്ഞു നിൽക്കുവാൻ സാധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിന്നിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ഫസ്റ്റ് റൈച്ചസ്നെസ്, നീതി ന്യായവുമാണെങ്കിൽ 2 പീസ്, സമാധാനമാണ്. 3, 12, 13, 14, 15 വാക്യങ്ങളിൽ കാണുന്നത്, അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുമല്ലോ. എളിയവനെയും ദരിദ്രനെയും അവൻ ആദരിക്കും. ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും. അവരുടെ പ്രാണനെ അവൻ പീഡയിൽ നിന്നും സാഹസത്തിൽ നിന്നും വീണ്ടെടുക്കും. അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും. അവൻ ജീവിച്ചിരിക്കും. ശേബാപ്പൊന്ന് അവന് കാഴ്ച കൊണ്ടുവരും. അവന് വേണ്ടി എപ്പോഴും പ്രാർത്ഥന കഴിക്കും. ഇടവിടാതെ അവനെ അനുഗ്രഹിക്കും. ഒരു കമ്പാഷൻ ഉള്ള ഒരാളിൻ്റെ അനുഗ്രഹമാണ്. ന്യായവും നീതിയാണെങ്കിൽ, സമാധാനമാണെങ്കിൽ, കമ്പാഷൻ, മനസ്സലിവുള്ള ഒരാളായിരിക്കണം.
എല്ലാവരോടും, വിശേഷ ആവശ്യത്തിലിരിക്കുന്നവരോടും മനസ്സലിയുന്ന ഒരനുഭവമായിരിക്കണം. മനസ്സലിവിൻ്റെ മഹാദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ലോർഡ് ഓഫ് ലവ് ആൻഡ് കമ്പാഷൻ. സ്നേഹത്തിൻ്റെയും മനസ്സലിവിൻ്റെയും ദൈവമാണ് നമ്മുടെ കർത്താവ്. ആ ഒരു മനോഭാവം നമ്മൾക്കുണ്ടായിരിക്കണം. മനസ്സലിവ് ഇത് നമുക്കുണ്ടോ? ഈ മനസ്സലിവ് നമുക്ക് ആരോടെങ്കിലും ഉണ്ടോ? ഈ മനസ്സലിവിൻ്റെ ആത്മാവ് നമ്മളിൽ വരുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ധാരാളം നന്മ ചെയ്യുവാനും സാധിക്കുന്നത്. ഈ വേർഡ് ടു വേർഡ് ഈ മിഷനിലൂടെ ഈ പ്രസ്ഥാനത്തിന് ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഉണ്ട്. അത് ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായി ചെയ്തതാണ്. അവിടെയാണ് ദൈവം അവനെ അനുഗ്രഹിക്കുന്നത്. അവന് ദൈവം അവന് വേണ്ടി എപ്പോഴും പ്രാർത്ഥന കഴിക്കുവാൻ ആളുകളുണ്ട്. അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയ ജനസമൂഹമുണ്ട്. അവനെ പ്രാർത്ഥനയിൽ വഹിക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഒരു പുതിയ ശക്തിയോടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിനക്കൊരു മനസ്സലിവുള്ള ഹൃദയവും മനസ്സും ഉണ്ടായിരിക്കണം. ആ മനസ്സലിവ് നമ്മളുടെ കാണുന്ന എല്ലാവരോടും ഉണ്ടായിരിക്കണം. നീ ഇടപെടുന്ന എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കണം. അത് ദൈവദത്തമായ സ്വഭാവമാണ്. 16-17 വാക്യങ്ങളിൽ അവിടെ വരുന്ന അനുഗ്രഹങ്ങളാണ്. ദേശത്ത് പർവ്വതങ്ങളുടെ മുകളിൽ ധാന്യസമൃദ്ധി ഉണ്ടാകും. അതിൻ്റെ വിളവ് ലബാനോനെ പോലെയും നഗരവാസികൾ ഭൂമിയിലെ സസ്യം പോലെ തഴയ്ക്കും. അവൻ്റെ നാമം എന്നേക്കും ഇരിക്കും. അവൻ്റെ നാമം സൂര്യനുള്ളിടത്തോളം നിലനിൽക്കും. മനുഷ്യർ അവൻ്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും. സകല ജാതികളും അവനെ ഭാഗ്യവാനെന്ന് പറയും. പ്രോസ്പെരിറ്റി നിന്നിലേക്ക് ഓടിയെത്തും. നിന്നിലേക്ക് അനുഗ്രഹങ്ങൾ ഓടിയെത്തും. ആർക്കും അത് തടസ്സപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. മനുഷ്യൻ പേർ ചൊല്ലി അനുഗ്രഹിക്കും. സകല ജാതികളും അവനെ ഭാഗ്യവാനെന്ന് പറയും. നിന്നെ മനുഷ്യൻ ഭാഗ്യവാനെന്ന് പറയണം. നിന്നിലുള്ള പ്രോസ്പെരിറ്റി നിനക്ക് തന്നെ ഉണ്ടാക്കുന്ന മാൻമെയ്ഡ് പ്രോസ്പെരിറ്റി അല്ല, ദൈവം തരുന്ന പ്രോസ്പെരിറ്റി. ദൈവം തരുന്ന പ്രോസ്പെരിറ്റി റൈച്ചസ്നസ്, പീസ്, കമ്പാഷൻ, പ്രോസ്പെരിറ്റി. അത് മൂന്നും വരുമ്പോൾ നാലാമത് വരുന്നതാണ് പ്രോസ്പെരിറ്റിയിൽ വളരാൻ സാധിക്കുന്നത്. ഇതിനിടയ്ക്കൊരു കാര്യം ഞാൻ വിട്ടുപോയി, പവർ. ഇതിൽ വരുന്നതാണ് നീതിയും സമാധാനവും പവറും. മനസ്സലിവുള്ളപ്പോഴാണ് വളരാൻ സാധിക്കുന്നത്, വളർച്ച സാധിക്കുന്നത്. ആരെങ്കിലും ഇന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും ചെന്നെത്തിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ മാതാപിതാക്കൾ, അവരുടെ ഗ്രാൻഡ് പേരൻസ്, ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ് ചെയ്തിട്ടുള്ള നന്മയുടെ ഫലം കൊണ്ടാണ് അവർക്കത് വളർന്നു വരാനായിട്ട് സാധിക്കുന്നത്. വളർന്നു വരുവാൻ സാധിക്കുന്ന ആ വലിയ അവസ്ഥ അവിടെയാണ് ഉണ്ടാകുന്നത്. ആ വലിയ അവസ്ഥ ഉണ്ടാകുമ്പോൾ അവിടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ജീവിക്കാൻ സാധിക്കണം. 18, 19, 20 വാക്യങ്ങളിൽ താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൻ്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമി മുഴുവനും അവൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഇശായി പുത്രനായ ദാവീദിൻ്റെ പ്രാർത്ഥനകൾ അവസാനിച്ചിരിക്കുന്നു. ആ ദൈവസന്നിധിയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തോട് നന്ദിയുണ്ടെങ്കിൽ അവർക്ക് മനുഷ്യരോടും നന്ദിയുണ്ടായിരിക്കും. ദൈവത്തോട് നന്ദിയുള്ള ഏത് മനുഷ്യനും മനുഷ്യനോട് നന്ദിയുള്ളവരായിരിക്കും. നീ മനുഷ്യനോട് നന്ദിയില്ലാത്തവനാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിനക്ക് ദൈവത്തോട് യാതൊരു നന്ദിയുമില്ല എന്നുള്ളതാണ്. നിനക്ക് ഹല്ലേലൂയ പറയാൻ സാധിക്കും, നിനക്ക് സ്തോത്രം പറയാൻ സാധിക്കും, നിനക്ക് പള്ളിയിൽ പോകാൻ സാധിക്കും, നിനക്ക് കുർബാന എടുക്കാൻ സാധിക്കും. ഇതെല്ലാം സാധിക്കും നിന്നെക്കൊണ്ട്. ഇതെല്ലാം നീ നാടകീയമായി ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. നീ നാടകീയമായി ചെയ്യാവുന്ന ഒരു കാര്യമല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷത്തിൻ്റെ പ്രവർത്തനം. നാടകീയമായി ആ കാര്യം ചെയ്യാൻ സാധിക്കുന്നതല്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നീതിയുക്തമായി ചെയ്യുവാൻ, സമാധാനത്തോടെ ചെയ്യുവാൻ,
ദൈവത്തിൻ്റെ ആധികാരികതയോടെ ചെയ്യുവാൻ, ആ ദൈവിക മനസ്സലിവോടെ ചെയ്യുവാൻ, അവിടെ നമ്മളെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ആ പ്രോസ്പെരിറ്റി കൊണ്ട് ദൈവത്തിന് നന്ദി കരേറ്റാൻ സാധിക്കണം. നമ്മളൊന്ന് സ്വയം ശോധന ചെയ്യാൻ സാധിക്കുമോ? ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ, ഈ പുതിയ വർഷത്തിൻ്റെ ഈ പുതിയ മാസത്തിൽ നമ്മൾക്ക് തന്നെ ഒരു ശക്തി പകർന്ന്, ഒരു ശക്തിയും ബലവും പകർന്ന് നമ്മൾക്കിതിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. തളർന്നു പോകരുത്, പതറിപ്പോകരുത്, പാളിപ്പോകരുത്. ജീവിതത്തിൻ്റെ പലവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നേക്കാം, പലവിധ ഭാരങ്ങൾ വന്നേക്കാം, തകർത്ത് കളയുന്ന അനുഭവം വന്നേക്കാം. അതിന് മധ്യത്തിൽ ശക്തിയോടെ നിൽക്കുവാനുള്ള കൃപ നൽകണം. എവിടെയാണ് ശക്തിയോടെ നിൽക്കുവാനുള്ള കൃപ നൽകുന്നത്? ദൈവത്തിൻ്റെ ദാനമായിട്ടാണ് ശക്തിയോടെ നിൽക്കുവാനുള്ള കൃപ ദൈവം തരുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദാനമായി ശക്തിയോടെ നിൽക്കുന്ന ദൈവശക്തിയിൽ ആശ്രയിക്കുമ്പോൾ പരിപൂർണമായി ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞു നിൽക്കുവാനായിട്ട് സാധിക്കണം. ദൈവസന്നിധിയിൽ നിറഞ്ഞു നിൽക്കുവാൻ സാധിക്കണം. ആ ദൈവത്തിൻ്റെ നിറവ് എപ്പോഴും ഉണ്ടാകണം. അനുദിന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന നമ്മൾക്ക് ദൈവത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ, നമ്മൾ ഏർപ്പെടുന്ന മേഖലകളിലൊക്കെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ബാധിക്കുന്നതായിരിക്കാം. ഈ ലോകം ശാശ്വതമായൊരു ലോകമല്ല. ഇത് സമാധാനം തരുന്ന ഒരു ലോകമല്ല. ഇത് ഏകാന്തതയുടെ ലോകമാണ്. ഡിപ്രഷൻ വർദ്ധിച്ചു വരുന്ന ഒരു ലോകമാണ്. മനോരോഗ വിദഗ്ധന്മാർ വർദ്ധിച്ചു വരുന്ന ഒരു ലോകമാണ്. പൈശാചികത്വം വർദ്ധിച്ചു വരുന്ന ലോകമാണ്. അരാജകത്വം വർദ്ധിച്ചു വരുന്ന ലോകമാണ്. കടക്കെണികൾ ഉണ്ടാകുന്ന ലോകമാണ്. ആരെയും വിമർശിച്ചിട്ടോ ആരെയും കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. ദൈവമക്കൾക്കുള്ളത് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ദൈവമക്കൾക്കുള്ള ആ വലിയ മനോഭാവം ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക്, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന വിശ്വാസിയുടെ ആ വിശ്വാസിയതിൽ ഇതെല്ലാം ഒരു ബലമായിരിക്കും. ബലത്തോടെ നിൽക്കാൻ സാധിക്കും. ലോകം കണ്ടിട്ടുള്ള രാജാക്കന്മാരിൽ പ്രഗത്ഭനാണ് ശലോമോൻ രാജാവ്, ദാവീദ് രാജാവ്. അങ്ങനെയുള്ള ആ അനുഭവത്തിൽ നമ്മൾ മുൻപോട്ട് നീങ്ങുമ്പോൾ ദാവീദ് രാജാവിൻ്റെ വലിയ സ്വപ്നം ശലോമോനിലൂടെ സാധിച്ചു. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യനാണ് ശലോമോൻ. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ മകുടത്തിലിരിക്കുന്ന ആളാണ് ശലോമോൻ. ആ ശലോമോനാണ് ഈ 72-ാം സങ്കീർത്തനം രചിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഈ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിലൂടെ അത്രമാത്രം ഒരു വലിയ ആളിന് ഇത് പറയാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മളൊക്കെ എത്രയോ നിസ്സാരരായിട്ടുള്ള ആളുകളാണ്. ശലോമോൻ രാജാവിൻ്റെ ഒരു സ്വപ്നമാണ് താനിത് വ്യാഖ്യാനിച്ചത്. ശലോമോൻ രാജാവ് തന്നെ ദേവാലയം കൂദാശ ചെയ്യുമ്പോഴും താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്നെ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ദേശത്തിൻ്റെ സൗഖ്യമാണ് ഒരു ദേവാലയം. അതുപോലെ ഞാനും നിങ്ങളും ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മളൊരു ദേവാലയമായി മാറും. നമ്മൾ നിൽക്കുന്നിടം ദേവാലയമായിരിക്കും. നമ്മൾ ഇടപെടുന്ന ആളുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ കുർബാനകളായി മാറാൻ സാധിക്കണം. എവിടെയാണ് അൾത്താരയിലെ സ്നേഹം? കർത്താവ് നമുക്ക് വേണ്ടി നൽകിത്തന്ന ആ അൾത്താരയിലെ സ്നേഹം ലോകത്തിന് കൊടുക്കാൻ സാധിക്കുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രസാദം നമ്മൾക്കുണ്ടാകുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്കുണ്ടാകുന്നത്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതിലുള്ളത് പ്രായോഗികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ പഠിപ്പിക്കണം. കർത്താവെ, വേർഡ് ടു വേർഡ് എന്ന ഈ ചാനലിലൂടെ ഈ ദൈവവചനം പ്രഘോഷിക്കുമ്പോൾ കർത്താവെ, ഇതിൻ്റെ ചെയർമാൻ ബ്രദർ ഡോക്ടർ മാത്യൂസ് ഫറീസിനായും കുടുംബത്തിനായും ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കായും സ്തോത്രം. നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ഇത് ലോകമെമ്പാടും ദൈവജനത കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഭവനങ്ങൾക്ക്, അവരുടെ വ്യക്തി ജീവിതങ്ങൾക്ക്
അനുഗ്രഹത്തിൻ്റെ അവസരമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങുന്ന് ഞങ്ങളെ ധ്യാനിച്ച് ചിന്തിച്ച 72-ാം സങ്കീർത്തനത്തിലുള്ള ക്വാളിറ്റികൾ ഞങ്ങളിലുണ്ടാകുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായി തീരുവാൻ സഹായിച്ചാട്ട്. രോഗികൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ, ക്ഷീണിതർ കണ്ടിട്ടുണ്ടെങ്കിൽ, വിവിധ ആവശ്യങ്ങളിലിരിക്കുന്നവർ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ വിഷയങ്ങളുടെ മേൽ അനുഗ്രഹമാക്കണമേ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ വചനത്താൽ നിൻ്റെ മക്കളുടെ പ്രയാസമുള്ള വിഷയങ്ങൾ മാറി ധൈര്യവും ബലവും നൽകി നിൻ്റെ മക്കൾക്കൊരു പുതിയ ആവേശത്തോടെ, പുതിയ ശക്തിയോടെ, പുതിയ കൃപയോടെ നിൽക്കുവാൻ സഹായിച്ചാട്ട്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.